അനുപമ പരമേശ്വരൻ മുൻ കാമുകനിൽ നിന്നു നേരിട്ട നാർസിസിസ്റ്റ് അബ്യൂസിനെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. തുടർച്ചയായ കരച്ചിലിനെ തുടർന്ന് കണ്ണീർ ഗ്രന്ഥി വീർക്കുകയും തനിക്ക് കണ്ണിന് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തി. ഈ ദുരനുഭവം തന്റെ ശരീരത്തെയും മാനസികാവസ്ഥയെയും ബാധിച്ചതായി അനുപമ പറയുന്നു. പാനിക് അറ്റാക്ക്, ആൻസൈറ്റി അറ്റാക്കുകൾ, ബ്ലാക്ക് ഔട്ടുകൾ, പെട്ടെന്നുള്ള ശരീരഭാരം കുറയൽ, കൈകാലുകളുടെ വിറയൽ തുടങ്ങി നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ താൻ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ രാത്രികളിലും മണിക്കൂറുകളോളം കരയുമായിരുന്നുവെന്നും അതിന്റെ ഫലമായി തന്റെ വലത്തെ കണ്ണ് തുടർച്ചയായി തുടിക്കുന്നത് കാരണം ഷൂട്ട് പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നടി വ്യക്തമാക്കി. ഇതിന്റെയെല്ലാം തുടർച്ചയായാണ് തന്റെ കണ്ണീർ ഗ്രന്ഥി വീർത്ത് കണ്ണിന് താഴേക്ക് ഇറങ്ങി വരികയും ഒടുവിൽ ഐ സർജറി ചെയ്യേണ്ടി വരികയും ചെയ്തത്. പർദ്ദ എന്ന തന്റെ സിനിമയുടെ പ്രമോഷൻ വീഡിയോകളിൽ തന്റെ കണ്ണ് വീർത്തിരിക്കുന്നത് കാണാമെന്നും അനുപമ കൂട്ടിച്ചേർത്തു. ഇത്രയധികം വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ പങ്കാളിയിൽ നിന്ന് ചെറിയൊരു പരിഗണന പോലും തനിക്ക് ലഭിച്ചില്ലെന്നും പകരം വലിയ തകർച്ചകളാണ് ആ ബന്ധത്തിൽ നേരിടേണ്ടി വന്നതെന്നും അവർ വ്യക്തമാക്കി. അന്ന് വിവാഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബം നിർബന്ധിച്ചുവെങ്കിലും വിവാഹം നടക്കാതിരുന്നത് ദൈവാനുഗ്രഹം. അന്ന് വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉറപ്പായും വിവാഹമോചനത്തിൽ എത്തുമായിരുന്നു ഈ ബന്ധം എന്നും അനുപമ പറഞ്ഞു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി കരിയർ മാത്രം ഫോക്കസ് ചെയ്ത് അടിപൊളിയായി ജീവിക്കൂവെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്.